ഹലോ, നമ്മൾ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞത് ശബരിമലയിൽ ദിലീപ് ദർശനത്തിന് പോകുമ്പോൾ ഒരു VIP ട്രീറ്റ്മെൻറ്റ് തന്നെ ദിലീപിന് കിട്ടിയതായിട്ടുള്ള ഒരു ന്യൂസ് നമുക്ക് കണ്ടു. കാരണം എന്ന് വെച്ചാൽ ഈ മറ്റുള്ള ഭക്തന്മാരെ അവഗണിച്ചുകൊണ്ടാണ് ഈ VIP ട്രീറ്റ്മെൻറ്റ് ദിലീപിന് കൊടുത്തതായിട്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. പക്ഷേ നമ്മൾ അന്വേഷിച്ചപ്പോൾ നമ്മൾ ഇതിൽ ഹൈക്കോടതിയൊക്കെ ഇടപെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹൈക്കോടതി ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ള കാര്യം അറിയിക്കണം എന്ന് പറഞ്ഞിട്ടൊരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ. പക്ഷേ ന്യൂസിലൊക്കെ ഈ ദേവസ്വം ബോർഡിലെ ആൾക്കാർ പറയുന്നതെന്ന് വെച്ചാൽ അങ്ങനെ ഒരു VIP ട്രീറ്റ്മെൻറ്റ് ആർക്കും കൊടുക്കാറില്ല, എല്ലാ ഭക്തന്മാരും ഒരുപോലെയാണെന്നുള്ളതാണ്. പക്ഷേ നമ്മളിപ്പോൾ ഈ കണ്ടതും നമ്മൾ ഇതിൻ്റെ വീഡിയോ കറക്റ്റായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ കണ്ടതും ഒക്കെ കളവാണെന്നാണ് അപ്പോൾ ഈ ദേവസ്വം ബോർഡിൽ അവർ പറയുന്നത്. പിന്നെ ഭക്തന്മാരുടെ ഇടയിൽ നമ്മൾ ഇത് ചോദിക്കുമ്പോൾ ഭക്തന്മാർ പറയുന്നുണ്ട്, അതായത് ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരായാലും വലിയ വലിയ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുണ്ടായില്ല, അവരായാലും അല്ലാതെ ഈ സിനിമാക്കാരായാലും ആര് വന്നാലും, അല്ലെങ്കിൽ ഈ ദേവസ്വം ബോർഡിൽ അവരെ ബന്ധുക്കൾ വന്നാൽ കൂടി അവരെ VIP ട്രീറ്റ്മെൻറ്റോടെ കടത്തിവിടുക. അവർക്ക് ക്യൂവും കാര്യങ്ങളും ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അവർക്ക് നേരെ പോയി ദർശനം നടത്തിയിട്ട് അവരുടെ കാര്യങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത്. പിന്നെ ഇവർ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് VIP ട്രീറ്റ്മെൻറ്റ് കാര്യമൊന്നും കൊടുത്തിട്ടില്ല. പക്ഷെ അത് കള്ളാണെന്നറിയാം. കാരണം പല ക്ഷേത്രങ്ങളിലും, ശബരിമലയിൽ മാത്രമല്ല വേറെ ക്ഷേത്രങ്ങളിലായാലും അവർക്ക് പ്രത്യേക പരിഗണന കൊടുത്തിട്ടുള്ളതൊക്കെ ന്യൂസൊക്കെ പലതായിട്ട് വന്നിട്ടുണ്ട്. അമ്പലങ്ങളിൽ ഞാൻ പറയാമെന്ന് വെച്ചാൽ ഞങ്ങളുടെ അഭിപ്രായമാണ്. കാരണം എല്ലാ ഭക്തരും ഒരുപോലെയായിരുന്നു. കാരണം അവിടെ സിനിമാ നടനോ അല്ലെങ്കിൽ വലിയ ബിസിനസ്സുകാരെന്നോ അങ്ങനെയൊന്നുമില്ല. ദൈവങ്ങൾക്ക് എല്ലാവരും ഒരുപോലെ തന്നെയാണ്. അങ്ങനെ ദൈവങ്ങളെ കാണാൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേക പരിഗണന അങ്ങനെയൊന്നും കൊടുക്കരുതെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. കാരണം എല്ലാവരും പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്നിട്ട് കുറേ സമയമൊക്കെ ക്യൂ നിന്നിട്ടാണ് ഒരിക്കൽ നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റുന്നത്. അതിലിടയ്ക്ക് ഇവർ കൂടി വന്ന് ഇവരെ ഇതും കൂടി കഴിയുമ്പോൾ കൂടുതൽ ടൈം നമ്മൾ നിൽക്കേണ്ടി വരും. അത് പാടില്ല എന്നാണ്. പിന്നെ നമുക്കറിയാം ഈ VIPസിനൊക്കെ കുറേ തിരക്കുള്ള ആൾക്കാരായിരിക്കും. അതുകൊണ്ടായിരിക്കാം ഈ VIP ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതെങ്കിലും പക്ഷേ ഈ ഭക്തന്മാരുടെ കൂട്ടത്തിൽ അത് വേറെ വല്ല സ്ഥലത്തും വേറെ വല്ല ഫങ്ഷനിലോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ അമ്പലങ്ങളിലാവുമ്പം എല്ലാ ഭക്തന്മാരും ഒരുപോലെയാണ്. അപ്പോൾ അതുപോലെ എല്ലാവരും ക്യൂ നിന്നിട്ട് തന്നെ ദർശനം നടത്തണം എന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. പിന്നെ ഇപ്പം നമ്മൾ ഈ ഹൈക്കോടതി ഇടപെട്ടതുകൊണ്ടാണ് നമ്മളിലൊക്കെ ഈ ന്യൂസ് എത്തിയതും നമ്മളൊക്കെ ഇത് അറിഞ്ഞതും. ഈ ഹൈക്കോടതിയൊന്നും ശരിക്കും ഇതിൽ ഇടപെടേണ്ട ആവശ്യമൊന്നും ഇല്ല. കാരണം എന്ന് വെച്ചാൽ ഈ ദേവസ്വം ബോർഡിലെ ആൾക്കാർ തന്നെ എല്ലാ ഭക്തരെയും ഒരുപോലെ കണ്ടുകൊണ്ട് തന്നെ എല്ലാം ചെയ്തതാണെങ്കിൽ ഇത് ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഒരിക്കലും. പിന്നെയെന്ന് വെച്ചാൽ ഞങ്ങൾക്കപ്പോൾ ഇത്രേ പറയാനുള്ളൂ. കാരണം അമ്പലങ്ങളിലെങ്കിലും ഈ ഉയർന്നവൻ താഴ്ന്നവൻ എന്നൊന്നുമില്ലാതെ എല്ലാവരും ഒരുപോലെ കാണുക. എല്ലാവരും അവിടെ ഭഗവാനെ കാണാനല്ലേ വരുന്നത്. അപ്പോൾ എല്ലാവരും ഒരുപോലെ തന്നെ ട്രീറ്റ് ചെയ്യുക എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പിന്നെ നമ്മളിപ്പോൾ കുറേ ആൾക്കാർ ഇതിനെ എതിരായിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റിയാക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഈ പ്രവൃത്തി വീണ്ടും വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കും. ഇത് നിർത്തുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും കൂടി പ്രതികരിക്കണം എന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. അപ്പോൾ ഞങ്ങൾക്ക് ഇത്രേ പറയാനുള്ളൂ. ഇനിയെങ്കിലും ഇങ്ങനെ ആർക്കും VIP ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും കൊടുക്കാതിരിക്കുക, എല്ലാവരും ഒരുപോലെ കാണുക എന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് അത്രയും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.